കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുകിലുകളാണ്. ഇനി എന്തൊക്കെ കാണണം എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. BJP ആദ്യമായി ഭരണം പിടിച്ചെടുത്ത വലിയൊരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും അതിനെ നോക്കിക്കണ്ടത്. പക്ഷേ ഭരണം തുടങ്ങി അധികം വൈകും മുൻപേ ഇതാ കോർപ്പറേഷൻ അടിച്ചു പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മേയറും ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന 20 BJP കൗൺസിലർമാർ ഇപ്പോൾ ഭരിക്കാൻ അയോഗ്യരാണെന്നാണ് പ്രതിപക്ഷത്തുള്ള LDFും UDFും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? തുടക്കം മുതലേയുള്ള സത്യപ്രതിജ്ഞാ വിവാദം, അതിന് പിന്നാലെ വന്ന പുനർപ്രതിജ്ഞ, ഇപ്പോൾ ഒരു BJP കൗൺസിലറുടെ കാപ്പ കേസും ജയിൽവാസവും. നമുക്ക് ഈ വിഷയം വളരെ കൃത്യമായി വിശദമായി ഒന്ന് വിശകലനം ചെയ്യാം. ഈ വിവാദങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കോർപ്പറേഷനിലെ BJP കൗൺസിലറായ R. സുഗതനാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം? തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രാദേശിക ഉത്സവത്തിനിടയിലെ ഗാനമേളയ്ക്ക് കവലച്ചട്ടമ്പികളെ പോലെ തല്ലുണ്ടാക്കിയ കേസ്, ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയ കേസ്, വധശ്രമ കേസ്, അങ്ങനെ നീളുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്രിമിനൽ റെക്കോർഡുകൾ. ഒടുവിൽ പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യമുള്ളത്. BJP എപ്പോഴും വലിയ രീതിയിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ അഴിമതി നടത്തില്ല, കുറ്റവാളികളെ സംരക്ഷിക്കില്ല എന്നൊക്കെയാണല്ലോ പൊതുവെ പറയാറുള്ളത്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇത്രയും സീരിയസ് ആയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് കൗൺസിലർ സ്ഥാനാർത്ഥിയായി സീറ്റ് നൽകിയത്? പാർട്ടി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല. അയാൾ മത്സരിച്ചു, ജയിച്ചു, കൗൺസിലറുമായി. ജയിച്ച ശേഷമാണ് പോലീസ് ഇയാളെ കാപ്പ കേസിൽ പൊക്കി ജയിലിലിടുന്നത്. ശരി, അബദ്ധത്തിൽ സീറ്റ് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ അയാൾ ജയിലിലായ ശേഷമെങ്കിലും തെറ്റ് തിരുത്താനുള്ള ഒരു ധാർമ്മിക ബോധം BJP നേതൃത്വം കാണിക്കേണ്ടതല്ലായിരുന്നു? ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പൊതുസമൂഹത്തോട് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെ അധികാര കസേരയിൽ ഇരുത്താൻ വാശി പിടിക്കുന്നത് എന്ത് മാതൃകയാണ്? ഇതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ BJPക്കാർ ഇതിനെ ന്യായീകരിക്കാൻ പുതിയൊരു വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുനിസിപ്പൽ നിയമപ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ അയാളുടെ കൗൺസിലർ സ്ഥാനം റദ്ദാക്കും. സുഗതൻ ഇപ്പോൾ ജയിലിലായതുകൊണ്ട് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ BJP കേന്ദ്രങ്ങൾ പറയുന്നത് ഏപ്രിൽ 27 നടന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന തിങ്കളാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അത് 2ാമത്തെ യോഗം മാത്രമേ ആകുന്നുള്ളൂ, സ്ഥാനം നഷ്ടപ്പെടില്ല എന്നാണ്. എന്ത് തരത്തിലുള്ള ന്യായീകരണമാണിത്? പൊതുസമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ ഭരണപരമായ ഒരു പദവിയിൽ തുടരാൻ അനുവദിക്കണമെന്ന് വാശി പിടിക്കുന്നത് എത്രത്തോളം പരിതാപകരമായ ഒരു സാഹചര്യമാണ്. ഇനി ഇതിൻ്റെ കൂടെയാണ് അടുത്ത വിവാദം നടക്കുന്നത്, സത്യപ്രതിജ്ഞാ വിവാദം. അയ്യപ്പൻ്റെയും ആറ്റുകാലമ്മയുടെയും ഒക്കെ പേരിൽ നിയമവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്ത 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി. വീണ്ടും പുനർപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ വന്ന് സാധാരണ രീതിയിൽ ദൈവനാമത്തിലോ സഗൗരവമോ സത്യപ്രതിജ്ഞ ചെയ്തു പോയി. പക്ഷേ നമ്മുടെ സുഗതൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് വേണ്ടി കടിപിടി കൂടുന്ന മേയർ VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയറെയും ഒക്കെയാണ് നമ്മളവിടെ കാണുന്നത്. തിരുവനന്തപുരം പോലെയുള്ള ഒരു വലിയ തലസ്ഥാന നഗരത്തിൻ്റെ കോർപ്പറേഷൻ ഭരിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ അപക്വമായി പെരുമാറുന്നത് ശരിക്കും കഷ്ടമാണ്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ മേയർക്കെതിരെ പോലും കേസെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് LDF കൗൺസിലർമാരും പ്രവർത്തകരുമാണ്. BJPക്കെതിരെ അവർ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJPയുടെ കയ്യിൽ എങ്ങനെ എത്തി? അത് താലത്തിൽ വെച്ച് BJPക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ LDF തന്നെയല്ലേ? കഴിഞ്ഞ ഭരണസമിതിയുടെയും അന്നത്തെ മേയറുടെയും ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അലംഭാവവും അഴിമതി ആരോപണങ്ങളുമൊക്കെയാണ് ജനങ്ങളെ BJPക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. LDFിന്റെ മോശം ഭരണം കണ്ടിട്ടാണ് ജനങ്ങൾ BJPയെ ജയിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന LDFകാരോട് ചോദിക്കേണ്ടി വരും, നിങ്ങളുടെ കൈപ്പിഴവ് കൊണ്ടല്ലേ അവർ ആ കസേരയിൽ വന്നിരുന്നത് എന്ന്. അപ്പോൾ അവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്?
അതുപോലെ തന്നെ UDFന്റെ കാര്യവും ആദ്യഘട്ടത്തിൽ ഭരണത്തിലേറി ഒരു മാസത്തിനുള്ളിൽ തന്നെ സർക്കാരിനെതിരെ ചാടി വീഴുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കാണാറുണ്ട്. ഇവിടെയും കോർപ്പറേഷനിൽ വലിയ അഴിമതികളും തമ്മിൽ തല്ലും നടക്കുമ്പോൾ ക്രിയാത്മകമായി ഇടപെടാൻ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാകണം. വെറുതെ ഒരു പ്രതിഷേധം ഒപ്പിച്ച് പോവുകയല്ല വേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമുണ്ട്, നമ്മൾ ഈ കേട്ട് പഴകിയ UP മോഡലോ ബീഹാർ മോഡലോ ഒക്കെയാണോ ഇപ്പോൾ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും നടക്കുന്നത്? ഗുണ്ടാ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭരണസിരാ കേന്ദ്രങ്ങളിൽ കയറിയിരിക്കുക, പാർട്ടി അവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ കേരളത്തിന് ഒട്ടും യോജിച്ചതല്ല. ഭരണത്തിൽ കയറിപ്പറ്റാൻ വേണ്ടി ഏത് വൃത്തികെട്ട പരിപാടിയും ചെയ്യാം, ഏത് ക്രിമിനലിനെയും കൊലപാതകയെയും കള്ളനെയും കൂടെ കൂട്ടാം എന്ന് വിചാരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കടുത്ത ജീർണതയാണ്. അത് BJP ആയാലും LDF ആയാലും UDF ആയാലും. കല, സംസ്കാരം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ശക്തമായ നിലപാട് ജനങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. കോർപ്പറേഷൻ ഭരണത്തിൽ ആദ്യമൊക്കെ ആറ്റുകാൽ പൊങ്കാല, കുടിവെള്ള പ്രശ്നം, ശുചീകരണമൊക്കെ ആയിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷന്റെ ഉള്ളിൽ തന്നെ തമ്മിൽ തല്ലാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്നവർ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാതെ ഈ വക നാടകങ്ങളുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി ശക്തമായിരിക്കും. അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വിവാദത്തെക്കുറിച്ച്, രാഷ്ട്രീയക്കാരുടെ ഈ ക്രിമിനൽ സപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.